ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും രഹസ്യമായ ആയുധ പദ്ധതിയെ നയിച്ചു. പക്ഷേ ലോകം അതറിയാതെ തന്നെ പോയി. ആ മനുഷ്യൻ ആരാണെന്നറിയാമോ? അവനൊരു സൈനികനല്ല, ഒരു രാഷ്ട്രീയ നേതാവുമല്ല. അവനൊരു സ്വപ്നം കണ്ട ശാസ്ത്രജ്ഞൻ, അബ്ദുൽ കലാം. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പത്രം വിൽക്കുന്നൊരു കുട്ടി ലോകത്തെ മാറ്റുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അവൻ ആകാശത്തെ നോക്കി ഞാൻ ഒരു ദിവസം ഉയരും എന്ന് വിശ്വസിച്ചു. ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ ഒന്നും അവനെ നിർത്തിയില്ല. അവൻ ശാസ്ത്രലോകത്തിലേക്ക് കടന്നു. അവിടെ നിന്നാണ് എല്ലാം മാറിയത്. ഒരു ദിവസം അവനെ ഒരു രഹസ്യ പദ്ധതിയിലേക്ക് വിളിച്ചു. രാജ്യത്തിൻ്റെ ഭാവി അതിലാശ്രയിച്ചിരുന്നു. പരാജയം അനുവദിക്കാനാകില്ല. കാരണം ഇതൊരു സാധാരണ പ്രോജക്റ്റ് അല്ലായിരുന്നു. അവൻ ഒറ്റയാളല്ല, ഒരു ടീം, ഒരു സ്വപ്നം, ഒരു ലക്ഷ്യം. ആദ്യ ശ്രമം പരാജയപ്പെട്ടു. എല്ലാം അവസാനിച്ചു. ആദ്യ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ ലാബിൽ ഒരു ഭാരം നിറഞ്ഞ മൗനം മാത്രമുണ്ടായിരുന്നു. ആ പരാജയം അവൻ മറ്റുള്ളവരിലേക്ക് തള്ളിയില്ല. ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്നവൻ പറഞ്ഞു. ഒരു നേതാവായി അവൻ പരാജയത്തെ പാഠമാക്കി, ടീമിന് പുതിയ ആത്മവിശ്വാസം നൽകി. അതിനുശേഷം വിശ്രമമില്ലാത്ത പരിശ്രമം തുടങ്ങി. ഓരോ പിഴവും തിരുത്തപ്പെട്ടു. ശാസ്ത്രം ക്ഷമയും കൃത്യതയും ആവശ്യപ്പെടുന്നു. അവിടെ ഓരോ ചെറിയ മാറ്റവും വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതൊരു പ്രോജക്റ്റ് മാത്രമല്ലായിരുന്നു. രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം അതിൽ ഒഴിഞ്ഞിരുന്നു. വർഷങ്ങളായ പരിശ്രമത്തിനു ശേഷം അവസാന പരീക്ഷണത്തിനായി അവർ തയ്യാറായി. GNC confirms. FTS is green. Telemetry locked. Pressure stabilizing in the LOX tank. ഈ സമയം വിജയം കൈവരിച്ചു. ഇന്ത്യയുടെ സാങ്കേതിക ശക്തി ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു. പുകഴ്ച വന്നപ്പോൾ പോലും അവൻ തന്റെ ടീമിനെ മുന്നിലേക്ക് നിർത്തി. ഒരു സാധാരണ ബാലൻ ലക്ഷ്യവും പരിശ്രമവും കൊണ്ട് ഒരു രാജ്യത്തിന് പ്രചോദനമായി. വിജയത്തിനു ശേഷം പോലും അവൻ ശാന്തമായി നിന്നു. കാരണം അവന്റെ യാത്ര ഇതോടെ അവസാനിച്ചില്ല. അവൻ എപ്പോഴും ലാളിത്യത്തിലായിരുന്നു. മഹത്തായ വിജയങ്ങളുണ്ടായിട്ടും അവന്റെ ഏറ്റവും വലിയ സന്തോഷം കുട്ടികളോടൊപ്പം സ്വപ്നങ്ങൾ പങ്കിടുന്നതായിരുന്നു. സ്വപ്നങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടരുത്. ഒരു ശക്തമായ ഭാവി അവൻ എല്ലായ്പ്പോഴും കണ്ടിരുന്നു. വിശ്വസിക്കുന്നവർ മുന്നോട്ടു പോകും. അവന്റെ കഥ അവസാനിച്ചില്ല. അത് ഓരോ യുവാവിലും തുടരുന്നു. ഒരു ജീവിതം ഒരു രാജ്യത്തിന്റെ സ്വപ്നമായി മാറി. സ്വപ്നം കാണുന്നവർ മാത്രം ചരിത്രമെഴുതും. നിങ്ങളുടെ സ്വപ്നം എന്താണ്? കമന്റിൽ എഴുതൂ. ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.